ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസ് അല്പം കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് ഞാനതൊന്ന് വിശദീകരിക്കാം. 2019 ദ്വാരപാലക ശില്പപാളികളും കട്ടളപ്പാളികളും കൊണ്ടുപോയതാണ് ഇപ്പോൾ SIT രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 2 കേസുകൾ. അത് LDFിൻ്റെ ദേവസ്വം ബോർഡ് അധികാരത്തിലിരുന്ന സമയത്താണ്. പത്മകുമാറും N വാസുവും ഒക്കെ അറസ്റ്റിലാവുന്നതും ജയിലിൽ പോകുന്നതും ആ കേസിലാണ്. അത് 2019 എന്നാൽ 2017 കൊടിമര പ്രതിഷ്ഠ നടക്കുന്ന സമയത്തും വലിയ തട്ടിപ്പ് നടന്നു എന്ന വാർത്തയാണ് റിപ്പോർട്ടർ എന്ന് പുറത്തുവിട്ടത്. ആ വാർത്തയുടെ അടിസ്ഥാനത്തിൽ അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു. ഇപ്പോൾ കോടതിയുടെ അനുമതിയോടുകൂടി ദേവസ്വം വിജിലൻസ് ഈ അന്വേഷണം ഏറ്റെടുത്തിരിക്കുകയാണ്. കൊടിമരത്തിലെ 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, ഒന്ന്, കൊടിമരം പുനഃസ്ഥാപിക്കാൻ വേണ്ടി വരുമ്പോൾ അതിനുള്ള കാരണമായി പറഞ്ഞത് അത് ജീർണിച്ചിരുന്നു, ചിതലരിച്ചിരുന്നു എന്നൊക്കെയുള്ള കാരണങ്ങളാണ് ഈ പ്രധാനമായിട്ടും ദേവപ്രശ്നത്തിൽ കണ്ടെത്തിയത്. അതിനുശേഷം കൊടിമരം പുനഃസ്ഥാപിക്കാൻ വേണ്ടി ശേഖരിച്ച സ്വർണത്തിലും പണമിടപാടുകളിലും അഥവാ സംഭാവനയായി ലഭിച്ച പണത്തിലും വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. അതിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. അന്നത്തെ അഭിഭാഷക കമ്മീഷൻ ASP കുറിപ്പ് കൊടുത്ത കണക്കുകളിലും അവ്യക്തതയുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഇനി യഥാർത്ഥത്തിൽ എത്ര സ്വർണം ഉപയോഗിച്ചു, എത്ര സ്വർണം പോയി, എന്താണ് പ്രശ്നം എന്നുള്ളത് ഞാനൊന്ന് വിശദീകരിക്കാം. 2017 കൊടിമരം സ്വർണം പൂശുന്ന, കൊടിമരം പുനഃസ്ഥാപിക്കുന്ന കേസാണ്. അപ്പോൾ കൊടിമരം പുനർനിർമ്മാണം ഇതിന് ഈ ദേവപ്രശ്നം നടക്കുന്നത് 2012 അതിനുശേഷം 2017 ഈ പുനഃസ്ഥാപനം നടക്കുന്നത്. ആകെ ലഭിച്ച സ്വർണത്തിൻ്റെ കണക്ക് 9 കിലോഗ്രാം 573 ഗ്രാമാണ്. 9573 ഗ്രാം സ്വർണമാണ് കൊടിമര പുനഃസ്ഥാപനത്തിന് വേണ്ടി മൊത്തം കിട്ടിയത്. ഇത് ആരൊക്കെ തന്നു എന്ന് നോക്കൂ. കസ്റ്റംസിൽ നിന്ന് വാങ്ങിയത് 9 കിലോഗ്രാം 161 കിലോഗ്രാമാണ്. 9 കിലോഗ്രാം 161 ഗ്രാം കസ്റ്റംസിൽ നിന്ന് വാങ്ങുന്നു. സംഭാവനയായി ലഭിച്ചത് 412 ഗ്രാമാണ്. 412 ഗ്രാം. ഈ കസ്റ്റംസിൽ നിന്ന് വാങ്ങിയ 9 കിലോഗ്രാം 161 ഗ്രാമിൽ ആർക്കും സംശയമില്ല. എന്നാൽ സംഭാവന ലഭിച്ച 412 ഗ്രാം അത് ആരൊക്കെ തന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇതിൽ 9573 ഗ്രാം അഥവാ 9 കിലോ 573 ഗ്രാം സ്വർണം ലഭിക്കുമ്പോൾ ഉപയോഗിച്ചതായി കാണുന്നത് 9 കിലോ 34 ഗ്രാം മാത്രമാണ്. അഥവാ 340 ഗ്രാം മാത്രമാണ്. അഥവാ 9.34 കിലോഗ്രാമാണ് ഉപയോഗിച്ചത്. ഉപയോഗിക്കാതെ പോയത് 233 ഗ്രാമാണ്. ഈ 233 ഗ്രാമിൽ കുറച്ച് സ്വർണം താഴികക്കുടത്തിൻ്റെ സ്വർണം പൂശാൻ വേണ്ടി ഉപയോഗിച്ചുവെന്നും അതിനുശേഷം കുറച്ച് പണിക്കുറവ് വന്നു 116 ഗ്രാം എന്നുള്ളതാണ് ഇന്ന് അജയ് തറയിൽ നമ്മളോട് പറഞ്ഞത്. പക്ഷേ അവിടെയുമല്ല പ്രശ്നം. ആരൊക്കെ സംഭാവന ചെയ്തു എന്നുള്ളതാണ് ചോദ്യം. ആകെ 27 പേരാണ് സംഭാവന നൽകിയിരിക്കുന്നത്. ആ 27 പേർ സംഭാവന നൽകിയതിൽ 2017 മഹസറിൽ നടനും ഭക്തരും 80.490 ഗ്രാം സ്വർണം എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓർമ്മിക്കൂ, നടൻ എന്നതാണ്. അത് ആകെ ആരാണ്? സുരേഷ് ഗോപി മാത്രമാണ്. സുരേഷ് ഗോപി മാത്രമാണ് മഹസറിൽ പേരുള്ളത്. ബാക്കി ഭക്തരെന്നാണ് പറയുന്നത്. ഇന്ന് റിപ്പോർട്ടർ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ സുരേഷ് ഗോപിയുടെ മാത്രമല്ല, രഞ്ജി പണിക്കരുടെ ചിത്രമുണ്ട്. മറ്റ് സിനിമാ നടന്മാരുടെ ചിത്രങ്ങളും ഇന്ന് റിപ്പോർട്ടർ പുറത്തുവിട്ട ദൃശ്യങ്ങളിലുണ്ട്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഈ മഹസർ 1 രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു നടൻ്റെ പേരാണെങ്കിലും കൂടുതൽ നടന്മാർ അവരാരൊക്കെയായിരുന്നു എന്നുള്ളത് മഹസറിൽ രേഖപ്പെടുത്തിയിട്ടില്ല. 2017 മഹസറിൽ, രണ്ടാമത്തെ മഹസറിൽ സിനിമാ നിർമ്മാതാവും മറ്റൊരാളും 246.520 ഗ്രാം കൊടുത്തു. ഭക്തർ എന്നു മാത്രം രേഖയിൽ. ഇതാണ് പ്രധാനപ്പെട്ട വിഷയമായി മാറിയത്. 412 ഗ്രാം സ്വർണ്ണമാണ് ഇങ്ങനെ സിനിമാ താരങ്ങളിൽ നിന്നും മറ്റു ഭക്തരിൽ നിന്നും സ്വീകരിച്ചത്. അതിലേതൊക്കെ ആളുകളുടെ കയ്യിൽ നിന്ന് എത്രത്തോളം സ്വർണം സ്വീകരിച്ചു എന്നതിൻ്റെ വ്യക്തമായ കണക്കില്ലാതെ പോയി. നജീതറയിൽ പറഞ്ഞത് അതിൻ്റെ ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥന്മാർക്കാണ് എന്നാണ്. പക്ഷേ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ കാലത്ത് അജയ് തറയിലും CPM നേതാവായ രാഘവനും കൂടി ഉൾപ്പെടുന്നതായിരുന്നു. കോൺഗ്രസിൻ്റെ ദേവസ്വം ബോർഡാണ് 2017 ഉണ്ടായിരുന്നത്. കൊടിമരം സ്വർണം പൂശുന്ന സമയത്തുണ്ടായിരുന്നത്. കൊടിമരം കുടുക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഈ കണക്കുകളിലെ വ്യത്യാസം നമ്മുടെ മുന്നിലുണ്ട്. 412 ഗ്രാം ആരൊക്കെ തന്നു എന്നുള്ളത്, അതിൽ കൂടുതൽ സ്വർണം ലഭിച്ചിരുന്നോ? 233 ഗ്രാം സ്വർണം ഈ കൊടിമരത്തിൽ പൂശിയിട്ടില്ല, അത് താഴിക കുടത്തിൽ പൂശാൻ വേണ്ടി ഉപയോഗിച്ചു എന്ന് പറയുന്നത് ഈ കണക്കുകളിലൊന്നും വ്യക്തതയില്ല. കൊടിമരം കുടുക്കുമോ എന്നതാണ് ചോദ്യം. ഞാൻ ജിമ്മിയിൽ തുടങ്ങാം. ജിമ്മി ഇതിൻ്റെ കണക്കുകളൊക്കെ വിശദമായിട്ട് കൂട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ സ്വർണം എത്രയുണ്ട്, സ്വർണം എത്ര പോയി എന്നുള്ളതിൻ്റെ കണക്കുകളൊക്കെ ജിമ്മി ഇരുന്ന് കൂട്ടുന്നത് കണ്ടു. യഥാർത്ഥത്തിൽ ഈ കൊടിമരം കുടുക്കുമോ? കൊടിമരവും കുടുക്കും. ഇതിനകത്ത് ശബരിമലയിൽ എങ്ങനെയാണ് ഭഗവാന്റെ സ്വർണം, അതും ശ്രീകോവിലിന് ചുറ്റുമെത്തുന്ന, ശ്രീകോവിലിനകത്ത് നിന്നൊക്കെ സ്വർണം എങ്ങനെയാണ് പോകുന്നതെന്ന് ആളുകൾ അത്ഭുതപ്പെടുമ്പോൾ അതിൻ്റെ വഴി എന്താണെന്ന് നമുക്ക് ഒന്നുകൂടി വ്യക്തമാക്കി തരുന്ന ഒരു പുതിയ സംഭവമാണ് 2017 കൊടിമരം മാറ്റുന്നതിനെ സംബന്ധിച്ച് നടന്ന കഥകൾ.
ഇതൊരു ദേവപ്രശ്നത്തിൻ്റെ പശ്ചാത്തലത്തിലാണെന്ന് നമുക്കറിയാം. കൊടിമരം മാറ്റാൻ തീരുമാനിക്കുന്നു. കൊടിമരം മാറ്റാൻ തീരുമാനവുമായി ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുന്ന പുതിയൊരു കഥാപാത്രത്തിൻ്റെ പേരാണ്, പുതിയൊരു അവതാരമാണ് ASP കുറുപ്പ്. ഈ കുറുപ്പിൻ്റെ കണക്ക് പുസ്തകം വായിച്ചുകൊണ്ട് വേണം തുടങ്ങാൻ. കുറുപ്പിൻ്റെ കണക്ക് പുസ്തകം തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടുള്ളതല്ല. അദ്ദേഹം തന്നെ ഹൈക്കോടതിയിൽ കൊടുത്ത എന്തൊക്കെ ഞാൻ ചെയ്തു എന്നതിനെക്കുറിച്ചുള്ള വിശദമായ ഒരു റിപ്പോർട്ടുണ്ട്. 19 പേജുള്ള വിശദമായ റിപ്പോർട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് ആദ്യം തന്നെ കൊടിമരം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി മുഴുവൻ തുടങ്ങുന്നത്. പക്ഷേ തുടങ്ങിക്കഴിയുമ്പോൾ ഐഡിയ മാറുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ഇദ്ദേഹം കാണുന്നു ഗോപുരമണികൾക്ക് കുഴപ്പമുണ്ട്, അപ്പോൾ അത് മാറ്റണം. അപ്പം തന്നെ ഒരു കത്തയക്കുകയാണ് ദേവസ്വം ബോർഡ്, ഇത് മാറ്റണം. 4 ദീപസ്തംഭങ്ങൾ, അതും ഞാൻ നോക്കിയപ്പോൾ പോരാ, അതും മാറ്റണം. പിന്നീട് ഗ്രാനൈറ്റ് ഫ്ലോറിംഗ്, ഈ കൊടിമരത്തിന് ചുറ്റുമുള്ള ഗ്രാനൈറ്റ് ഫ്ലോറിംഗ് അത് മാറ്റണം. ബലിക്കൽപുരയിലെ താഴികക്കുടം മാറ്റണം. മുഖമണ്ഡപത്തിലെയും ബലിക്കൽപുരയിലെയും മൊത്തത്തിൽ 6 താഴികക്കുടങ്ങൾ മാറ്റണം. ഇത്രയും സാധനങ്ങൾ മാറ്റണമെന്ന് ഇദ്ദേഹം തീരുമാനിക്കുകയും ഇദ്ദേഹം ഇതനുസരിച്ച് കത്തയക്കുകയും ചെയ്യുമ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അതങ്ങ് അംഗീകരിക്കുകയാണ്. കാരണം ആരാ പുള്ളി? നേരെ ഹൈക്കോടതി തീരുമാനിച്ച ആളാണ്. അപ്പോൾ ഒരാൾ തീരുമാനിച്ചാൽ ഇങ്ങനെ പെട്ടെന്ന് പുതിയ പദ്ധതികൾ ഉണ്ടാവുക. അപ്പോൾ അതിനകത്തൊക്കെ ഈ ഗ്രാനൈറ്റ് ഫ്ലോറിങ് മാറ്റേണ്ട അവസ്ഥ വരുമ്പോൾ പെട്ടെന്ന് ഒരു സ്പോൺസർ വേണം. അപ്പം തന്നെ സുരേഷ് ഗോപിയെ ഞാൻ കോൺടാക്ട് ചെയ്യുന്നു. സുരേഷ് ഗോപി സമ്മതിക്കുന്നു. സുരേഷ് ഗോപി 2.5 ലക്ഷം രൂപ തരുന്നു. 2 ദിവസം കൊണ്ട് കൊടിമരം സ്ഥാപിക്കുന്നതിന് കൊടിമരത്തിൻ്റെ അവസാന പണികൾ തീരുമ്പോൾ അപ്പം തന്നെ ചെയ്യുന്നു. ഇങ്ങനെ വളരെ സ്പീഡായിട്ട് അദ്ദേഹത്തിന് ഐഡിയ വരുന്നു, അദ്ദേഹം അത് നടപ്പിലാക്കുന്നു, ആളുകളെ കണ്ടുപിടിക്കുന്നു, മാറ്റുന്നു. ഇങ്ങനെ ശബരിമലയിൽ കാര്യങ്ങൾ നടക്കും. സ്പോൺസർ ഉണ്ടെങ്കിൽ എന്തും നടക്കും. അതിന് ടെൻഡർ വേണ്ട, അതിന് വിശദമായ വേറെ പഠനങ്ങൾ വേണ്ട, ഒന്നും വേണ്ട എന്ന് വേണം ഇദ്ദേഹം ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ട് വായിച്ചാൽ നമുക്ക് മനസ്സിലാകാൻ. ശബരിമലയിൽ ഇങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ ഇതല്ല, ഇതിൻ്റെ അപ്പുറവും നടക്കും എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു വിഷയത്തിൽ തുടങ്ങുന്നു, അത് ഒരാൾക്ക് പൂർണ്ണമായ അവകാശം ഉണ്ടെന്ന് പറയുന്നു, അതിനുശേഷം അയാൾ കുറേ തീരുമാനങ്ങൾ എടുക്കുന്നു, ആ തീരുമാനങ്ങൾ എല്ലാവരും കിടന്ന് അംഗീകരിക്കുന്നു, പിന്നീട് അദ്ദേഹത്തിൻ്റെ നടപടി. ഈ ഹൈക്കോടതിക്ക് കൊടുത്തതിനകത്ത് ഇദ്ദേഹം വരുന്ന ഒരു പരാതിയുണ്ട്. ഈ കൊടിമരത്തിൻ്റെ സ്ഥാനങ്ങളൊക്കെ മാറ്റണം, അത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിന് വേറെ പൈസയൊക്കെ വന്നില്ല, എൻ്റെ കഥ പറയാം. പക്ഷേ താഴികക്കുടങ്ങൾ മാറ്റേണ്ടി വരുമ്പോൾ 600 ഗ്രാം സ്വർണം വേണം. അപ്പോൾ 600 ഗ്രാം സ്വർണം എനിക്ക് ദേവസ്വം ബോർഡ് തരണം. അപ്പോൾ തന്നെ ദേവസ്വം ബോർഡ് അനുവദിക്കുന്നു. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ പോരാ, 200 ഗ്രാമും കൂടെ വേണം. അപ്പോൾ ദേവസ്വം ബോർഡിന് തരാൻ പറ്റില്ല. പിന്നെ ദേവസ്വം ബോർഡുമായി നടക്കുന്ന യുദ്ധങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇത് ഭയങ്കര മോശമായിപ്പോയി, ശരിയായില്ല. അവസാനം ഭഗവാന്റെ അനുഗ്രഹത്താൽ ഈ 600 ഗ്രാമും പിന്നെ കുറച്ച് പൊട്ടും പൊടിയൊക്കെ ചേർത്ത് ഞാൻ തന്നെ അതങ്ങ് കംപ്ലീറ്റ് ഗംഭീരമാക്കി. ഭഗവാന്റെ അനുഗ്രഹത്താൽ അത് ഇപ്പോഴും ഗംഭീരമായി തിളങ്ങുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്ന ഒരു റിപ്പോർട്ടാണ്. ശബരിമലയിൽ എന്തൊക്കെ നടന്നുകൂടാ എന്നുള്ളതാണ് ഇത് വായിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക. ഇതാണ് ഒന്നാമത്തെ വിഷയം. പെട്ടെന്ന് ഐഡിയ മാറുന്നു, പെട്ടെന്ന് പുതിയ പ്രോജക്റ്റുകൾ വരുന്നു. ഞാൻ ഈ വായിച്ച ഓരോന്നും ഓരോ കഥകളായി വരാനുള്ള സാധ്യതയുണ്ട്. അതായത് ഗോപുരമണി മാറ്റിയത്, ദീപസ്തംഭങ്ങൾ മാറ്റിയത്, താഴികക്കുടങ്ങൾ മാറ്റിയത്, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട വിവാദങ്ങളായി മാറാനുള്ള എല്ലാ സാഹചര്യവുമുണ്ട്. പക്ഷേ ഇപ്പോൾ കോടതി പിടിച്ചത്, അതുപോലെ തന്നെ പ്രത്യേക അന്വേഷണ സംഘം പിടിച്ചത് കൊടിമരം മാറ്റുന്നതിനെക്കുറിച്ചാണല്ലോ. അതാണ് വേറെ രസകരമായ കഥ. കൊടിമരം മാറ്റുന്നതിന് എന്ത് ചിലവ് വരും എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണം നടത്തി 3,20,00,000 രൂപ ആകും എന്ന എസ്റ്റിമേറ്റ് ഉണ്ടായിരുന്നു. ആ എസ്റ്റിമേറ്റ് അനുസരിച്ച് ഒരു സംഘം ലാൻഡ് ചെയ്യുകയാണ്. അത് ഫിനിക്സ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഹൈദരാബാദിലെ സംഘമാണ്. 3,20,00,000 രൂപയ്ക്ക് മാറ്റാം, ആ പൈസ ഞങ്ങൾ തരാമെന്ന് പറയുന്നു. പക്ഷേ അവിടെ നിന്ന് സാധാരണ ആളുകളിൽ നിന്ന് കൂടി സ്വർണം വാങ്ങാം എന്ന് തീരുമാനിക്കുന്നതിൻ്റെ പശ്ചാത്തലം എന്താ? എന്തിനാണ്? ഇതിൻ്റെ മുഴുവൻ ചെലവും സ്പോൺസറായ ഒരു ടീം വരുമെന്ന് തീരുമാനിച്ചതിന് ശേഷം 3,20,00,000 രൂപ അവർ ഡ്രാഫ്റ്റായി അയച്ചു കൊടുത്തതിന് ശേഷം, 3 ഘട്ടമായിട്ടാണ് പണം കൊടുക്കുന്നത്, അയച്ചു കൊടുത്തതിന് ശേഷം എങ്ങനെയാണ് മറ്റുള്ളവരിൽ നിന്ന് പണം പിരിക്കാൻ തീരുമാനിക്കുന്നത്? സ്വർണം പിരിക്കാൻ തീരുമാനിക്കുന്നത്? ആ സ്വർണം എന്തിനാ? അതിൻ്റെ യുക്തി എന്താ? ആ തീരുമാനമെടുത്തതാരാ? തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണോ അതോ കുറുപ്പാണോ? അജയ് തറയിൽ നിന്ന് പറയുന്നത് കേട്ടു, ഇതൊന്നും ഞങ്ങളുടെ ജോലിയല്ല, ഇതൊക്കെ ഉദ്യോഗസ്ഥർ ചെയ്യേണ്ടതാണ്, അവർ ചെയ്യണം, ഇവർ ചെയ്യേണ്ടതാണ്. ഇതിൻ്റെ ഭരണ തലപ്പത്തിരിക്കുന്ന ആളുകൾ നിങ്ങളെ ഇവിടുത്തെയാണ് കൊണ്ട് നിർത്തിയിരിക്കുന്നത്. നിങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തകരാണ്. രാഷ്ട്രീയ പ്രവർത്തകരായ ആളുകൾ ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്ത് വരുന്ന കുറച്ചുകൂടെ ഉത്തരവാദിത്തത്തോടെ, പൊതുപ്രവർത്തകരാണ്, കുറച്ചുകൂടെ ഉത്തരവാദിത്തത്തോടെ കാര്യങ്ങൾ ചെയ്യും എന്ന് കരുതാനല്ലേ? എന്നാൽ പിന്നെ ഉദ്യോഗസ്ഥരെ ഭരിച്ചാൽ മതിയല്ലോ, മന്ത്രി ഭരിക്കണ്ടല്ലോ, ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റും അംഗങ്ങളും വേണ്ടല്ലോ, ഉദ്യോഗസ്ഥർ ചെയ്താൽ പോരെ? ഇത് തന്നെയല്ലേ പത്മകുമാർ, മധുരല്ല, ബാക്കിയുള്ള ആളുകൾ ആദ്യം പറഞ്ഞതിന് ഉദ്യോഗസ്ഥർ തലേ വെച്ചത്. അപ്പം എന്നാൽ പിന്നെ അതേ യുക്തി LDFൻ്റെ കാലത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കില്ലേ? അവർ ഇത് തന്നെയല്ലേ പറഞ്ഞത്? അതൊരു ന്യായമേ അല്ല. അപ്പോൾ 3,20,00,000 രൂപ ഉണ്ടായിട്ടും എന്തിനാണ് മറ്റുള്ളവരിൽ നിന്ന് പണം പിരിക്കാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചത്? അതിന് സമാധാനം പറയണം. അജയ് തറയിൽ ഇന്നലെ പറഞ്ഞത് അങ്ങനെ പിരിച്ചിട്ടേ ഇല്ല എന്നാണ്. ഇന്ന് കണക്കുകൾ പുറത്തു വന്നപ്പോഴാകണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഓർമ്മക്കുറവുണ്ടാകണം, അദ്ദേഹം ഇന്ന് തിരുത്തിയിട്ടുണ്ട്. ഇനി പിരിച്ച സ്വർണത്തിൻ്റെ കണക്ക്, ആ പിരിച്ച സ്വർണത്തിൻ്റെ കണക്കിലാണല്ലോ
412 ഗ്രാം മറ്റു പല ആളുകളിൽ നിന്ന് പുറത്തു വന്നു എന്ന് പറയുന്നത് 412 ഗ്രാം സ്വർണം ആ, സ്വീകരിച്ചു എന്ന് കണക്കിൽ പറയുന്നുണ്ട്. ഈ കുറിപ്പ് ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ വിശദമായി പറയുന്നുണ്ട്. 412 ഗ്രാം ആണെന്ന് ഓർക്കുക. പക്ഷേ ഇതിനൊന്നും കൃത്യമായി രസീത് കൊടുത്തിട്ടില്ല. എന്ന് വെച്ചാൽ ചട്ടപ്രകാരമുള്ള രസീത് 3 കോപ്പികളുള്ള ഒരു രസീതാണ്. 1 ഈ സംഭാവന നൽകിയ ആൾക്ക്, 2 ദേവസ്വം ബോർഡിൽ സൂക്ഷിക്കേണ്ടത്, 3 ഈ സ്വർണം കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഉരുപ്പടി കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നിങ്ങൾ സ്റ്റോർ റൂമിൽ വയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ ടൈ ചെയ്യേണ്ട സാധനം. ദേവസ്വം ബോർഡിൻ്റെ കയ്യിൽ സൂക്ഷിക്കേണ്ട രേഖകളിൽ ഈ പറയുന്ന 412 ഗ്രാമിനും ഉള്ള ഡോക്യുമെൻറ്റ്സ് കാണാനില്ല. രണ്ടർത്ഥമാണുള്ളത്. ഒന്നെങ്കിൽ 412 മുകളിൽ സ്വർണം വന്നിട്ടുണ്ട്, ഡോക്യുമെൻറ്റ്സ് അപ്പോൾ കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ രസീത് കൊടുക്കുന്ന ഒരു പരിപാടിയില്ല. പാവം പിടിച്ച ഭക്തന്മാർക്ക് ഈ രസീത് വേണം നിർബന്ധമില്ലായിരിക്കും. ദേവന് കൊടുക്കുന്നതല്ലേ, കൊടുത്തു, അതങ്ങ് കൊണ്ടുപോയി. എന്ന് മാത്രമല്ല, ഓർക്കുക എവിടെ വെച്ചാണ് ഇതിൻ്റെ പണി നടക്കുന്നത്. ഇതിൻ്റെ പണി നടക്കുന്നത് കൊടിമരം താഴെ പമ്പയിൽ കൊണ്ടുവന്നിട്ടാണ്. താഴെ പമ്പയിൽ കൊടിമരത്തിൻ്റെ പണി നടക്കുമ്പോൾ ദൃക്സാക്ഷികൾ പലരും പറഞ്ഞ കാര്യമുണ്ട്, സ്വർണ്ണം ഞങ്ങൾ ഇങ്ങനെ ഇട്ട് കൊടുത്തു, അതിൽ കയ്യിൽ നിന്ന് മോതിരമൊക്കെ എടുത്ത് ഊരി ഇട്ട് കൊടുത്തു, അങ്ങനെ നടന്നിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ എത്രയോ സ്വർണം വന്നു, എന്തൊക്കെയോ ചെയ്തു. എപ്പോഴാണ് ഓർക്കണം, 3,20,00,000 രൂപ ഒരു പ്രധാനപ്പെട്ട ബിസിനസ് ഗ്രൂപ്പ് തന്നതിന് ശേഷമാണ്. ആ 3,20,00,000 രൂപ വന്നതിന് ശേഷവും ഇവർ കസ്റ്റംസിൽ നിന്ന് വാങ്ങിച്ച സ്വർണ്ണം എത്രയാണ്? 9.161 കിലോ. അതിൻ്റെ വില 2,71,00,000 രൂപയാണ്. എന്ന് വെച്ചാൽ 50 ലക്ഷം രൂപ ബാക്കി. 2017 സ്പോൺസർ നൽകിയ തുകയിൽ നിന്ന് സ്വർണം വാങ്ങിച്ചതിന് ശേഷം 50 ലക്ഷം രൂപ ബാക്കിയുണ്ട്. 50 ലക്ഷം രൂപ ബാക്കിയിരിക്കെ എന്തിനാണ് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് സ്വർണം വാങ്ങിയത്? അതിൻ്റെ ലോജിക്ക് എന്താ? അവിടെ തന്നെ സംശയം അണക്കുകയാണ്. എന്നിട്ട് ഈ വാങ്ങിച്ച സ്വർണത്തിന് എന്തെങ്കിലും കണക്കുണ്ടോ? സുരേഷ് ഗോപി ആൻഡ് അതേഴ്സ്, സംബടി വേറൊരാളുടെ പേര് ആൻഡ് അതേഴ്സ് എന്ന് പറഞ്ഞ് എഴുതി വയ്ക്കുകയാണോ? ശബരിമലയിൽ നടക്കുന്നത് മുഴുവൻ ഇതാണെന്നും ഇതുകൊണ്ടാണ് ഒരുപാട് കള്ളത്തരങ്ങൾ നടക്കുന്നുള്ളതിന് വേറൊരു തെളിവ് വേണം. ഒരൊറ്റ ഡോക്യുമെൻ്റ് ഇല്ല, ഒരൊറ്റ രസീതില്ല, മര്യാദക്കുള്ള ബുക്ക് പെയിൻ്റൻസ് ഇല്ല. എന്നിട്ട് അത് ഉദ്യോഗസ്ഥരുടെ തലക്കിടുക, ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയുക. ഒരു ദേവസ്വം മെമ്പർ ഇന്നലെ പറയുന്നു സ്വർണം വാങ്ങിച്ചില്ല എന്ന് പറയുന്നു, ഇന്ന് പറയുന്നു സ്വർണം വാങ്ങിച്ചു, എൻ്റെ കണക്കിതായിരിക്കുന്നു എന്ന് പറയുന്നു. രേഖകളില്ല, കടലാസില്ല. അപ്പോൾ ശബരിമലയിലെ സിസ്റ്റം തന്നെ ശരിയല്ല. ഇത് മാത്രമല്ല, രാഷ്ട്രീയ പ്രവർത്തകർ, പൊതുപ്രവർത്തകർ ശബരിമല പോലുള്ള സംവിധാനത്തിൽ കയറിയിരിക്കുന്നത് കാര്യങ്ങളുടെ സിസ്റ്റം അറിയാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കാര്യങ്ങൾ നന്നായി ചെയ്യാൻ അറിയാം എന്ന ഒരു ധാരണ കൊണ്ടാണല്ലോ. നിങ്ങൾ തന്നെ കയറിയിരുന്നിട്ട് നിങ്ങൾ പറയുകയാണ് ഞങ്ങൾക്കൊന്നും അറിയില്ല, ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞാൽ. 3,20,00,000 രൂപ വാങ്ങിച്ചിട്ട് ആ പണം കൊണ്ട് സ്വർണം വാങ്ങിച്ചതിന് ശേഷം 50 ലക്ഷം രൂപ ബാക്കി വന്നിട്ടും നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് സ്വർണം വാങ്ങിച്ചത് എന്തിന്? ആ സ്വർണത്തിൻ്റെ കണക്കെവിടെ? കൊടിമരം കൊടുക്കും കേട്ടോ. എന്ന് മാത്രമല്ല, കൊടിമരം മാത്രമല്ല, നമ്മൾ പുറകോട്ട് പോയി തുടങ്ങുമ്പോൾ എവിടുന്നാ 2024 ഒരു ടെക്നിക്കൽ എററിൽ നിന്ന് തുടങ്ങി നമ്മളിപ്പോൾ 1, 2, 3, 4 ഇപ്പോൾ 2017 വരെ എത്തി. ഇനി 16, 15, 14 മറ്റ് പല കാര്യങ്ങളുണ്ട്. കൊടിമരം കൊടുക്കും, മറ്റു പലതും കൊടുക്കും. ഒരുപാട് കാര്യങ്ങൾ പൊങ്ങി വരാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുകയാണ്. സ്മൃതി, ഈ ഇന്നത്തെ റിപ്പോർട്ട് കൂടി കാണുമ്പോൾ ഇന്ന് നമ്മൾ പുറത്തുവിട്ട വിവരമാണ്. റിപ്പോർട്ടർ TV ആണ് യഥാർത്ഥത്തിൽ കൊടിമരത്തിലും ചില സംശയങ്ങളുണ്ട് എന്ന വാർത്ത നമ്മളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇന്ന് നമ്മൾ പുറത്തുവിട്ട ദൃശ്യങ്ങളുണ്ട്, വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ, ASP കുറിപ്പിൻ്റെ റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ. കൊടിമരം കൊടുക്കുമോ? കൊടിമരം കൊടുക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കൊടുക്കില്ല എന്ന് പറയുന്നതിന് കാരണം ഈ പറഞ്ഞ ദ്വാരപാലക ശില്പങ്ങളും കട്ടിളപ്പാളിയും അവിടെ നിന്നും എടുത്തു കൊണ്ടുപോയുള്ള മോഷണവുമായി താരതമ്യം ചെയ്യുമ്പോൾ ആ ഒരു താരതമ്യത്തിൽ അടിസ്ഥാനമില്ല എന്നുള്ളതാണ്. ഇതിൽ ക്രമക്കേടുണ്ട്. നമുക്ക് ശബരിമലയുമായി ബന്ധപ്പെട്ട് തുടക്കകാലം മുതൽ തന്നെ നമുക്കറിയാം വലിയ രീതിയിൽ അഴിമതി അവിടെയുണ്ട്. അവിടെ പായസം വിതരണത്തിൽ, അരവണയിൽ, നെയ്യിൻ്റെ കാര്യത്തിൽ, ആടി നെയ്യിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ എത്ര ലക്ഷങ്ങളുടെ ക്രമക്കേടാണ് കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെ ക്രമക്കേട്, അഴിമതി അത് നല്ലോണമുണ്ട്. അതിന് പാത്രം അഴിമതി ഒരു വശത്ത് നമ്മൾ കണ്ടതാണല്ലോ. അങ്ങനെ നിരവധി അഴിമതി കേസുകളുണ്ട്. ഇതിൽ വലിയ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ ഒരു താരതമ്യം സാധ്യമല്ല. ഇവിടെ ദ്വാരപാലക ശില്പങ്ങളും കട്ടിളപ്പാളിയും കൊണ്ടുപോയതുപോലുള്ള ഗുരുതരമായ ഒരു കുറ്റകൃത്യം എന്ന രൂപത്തിലേക്ക് കോടതിയും കണ്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ കൊള്ള നടന്നതായി റിപ്പോർട്ടിൽ ഇല്ല എന്ന് പറഞ്ഞു തുടങ്ങാം. അഭിഭാഷക കമ്മീഷൻ ASP കുറിപ്പിന്റെ ഇടപെടലുകളിൽ സംശയമുണ്ട്. അദ്ദേഹത്തിനും ഇക്കാര്യത്തിൽ വന്നിരിക്കുന്നത് വലിയ ഗുരുതരമായ വീഴ്ചയാണ്. ആത്യന്തികമായി കോടതി നിയോഗിച്ചതാണ് അഭിഭാഷക കമ്മീഷനെ. കോടതിയെ യഥാസമയം കാര്യങ്ങൾ അറിയിക്കുക എന്ന ദൗത്യമാണ് അദ്ദേഹത്തിനുള്ളത്. അത് അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കോടതിയും ചില കാര്യങ്ങൾ അന്ന് ചോദിച്ചില്ലേ എന്നൊരു ചോദ്യം കോടതിക്ക് നേരെയും ഉയരുന്നു എന്നുള്ളതാണ് കൊടിമരവുമായി ബന്ധപ്പെട്ട വിഷയം. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഭക്തരുടെ വഴിപാട് റെക്കോർഡിക്കലി ശരിക്കും സൂക്ഷിക്കേണ്ടതാണ്. അങ്ങനെ ഒരു സൂക്ഷിക്കൽ ഇവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു വലിയ പിഴവായി കാണാവുന്ന കാര്യം. ഇനി
യഥാർത്ഥത്തിൽ സ്വർണം വാങ്ങാനുള്ള ഉത്തരവാദിത്തം ഈ പറയുന്ന അഭിഭാഷക കമ്മീഷനുണ്ടോ? ഇല്ല. അഭിഭാഷക കമ്മീഷന്റെ ജോലിയല്ല അത് ചെയ്യേണ്ടിരുന്നത് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. അപ്പോൾ അദ്ദേഹത്തെ ഈ പറയുന്ന അഭിഭാഷക കമ്മീഷനെ സ്വർണം ഏൽപ്പിക്കുമ്പോൾ അദ്ദേഹം പറയേണ്ടിയിരുന്നു, ഇത് ഞാനല്ല വാങ്ങേണ്ടത്, ഇത് എനിക്കല്ല തരേണ്ടത് എന്ന് പറയേണ്ടിയിരുന്നു. അദ്ദേഹം അത് പറഞ്ഞില്ല. അദ്ദേഹം തന്നെ നേരിട്ട് വാങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. റിപ്പോർട്ട് വായിച്ചാൽ പുള്ളി തന്നെ അങ്ങോട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് അതെ, അദ്ദേഹം അതിൽ ഓരോ നേതൃത്വം സ്പോൺസറെയും കണ്ട് അതെ. ഈവൻ ഉണ്ണികൃഷ്ണൻ പറ്റിയ വന്നിട്ടുണ്ട്. അതെ, അപ്പോൾ അദ്ദേഹം അതിലൊരു ഒരു മുൻകൈ എടുക്കുന്നു എന്നുള്ളതാണ്. എന്നിട്ട് ഈ സ്വർണം തിരുവാഭരണം കമ്മീഷണറെ ഏൽപ്പിക്കുന്നുണ്ട് കേട്ടോ. അതുകൂടി ശ്രദ്ധിക്കണം. തിരുവാഭരണം കമ്മീഷണറെ സ്വർണം ഏൽപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും രേഖയിലില്ല. അതാണ് ഏറ്റവും വലിയ പിഴവ്. രേഖയിൽ എഴുതിയിട്ടില്ല. അപ്പോൾ എൻ്റെ കയ്യിലല്ല തരേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം അത് എക്സിക്യൂട്ടീവ് ഓഫീസറെ ഏൽപ്പിക്കാതെ മുൻകൈ എടുക്കുന്നു. എന്നിട്ടത് തിരുവാഭരണം കമ്മീഷണർ ഈ സ്വർണ്ണമൊക്കെ ഏൽപ്പിക്കുന്നു. പക്ഷേ അത് രേഖയിൽ എഴുതി വെച്ചില്ല. ഇത് വലിയ പിഴവാണ്. നമുക്കറിയാവുന്നതുപോലെ ഇത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉണ്ടാക്കിയിരിക്കുന്ന എസ്റ്റിമേറ്റ്, ഈ കൊടിമരം മാറ്റുന്നതിനുണ്ടാക്കിയ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് 3,20,30,000 രൂപയാണ്. അപ്പോൾ അത് പ്രകാരം അത്രയും തുക തന്നെ ഫീനിക്സ് ഗ്രൂപ്പ് കൈമാറുന്നു. അത് ധനലക്ഷ്മി ബാങ്കിന്റെ പത്തനംതിട്ട ശാഖയിൽ ഒരു പ്രത്യേക അക്കൗണ്ട് തുടങ്ങി അതിലേക്കാണ് ഈ പണം നിക്ഷേപിക്കുന്നത്. ഇതൊക്കെ സുതാര്യമായ ഇത്രയും നടപടികളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രത്യേക അക്കൗണ്ട് തുടങ്ങുന്നു. ദേവസ്വം ബോർഡ് അതിനു മുമ്പ് 10 ലക്ഷം ആദ്യം ഈ അക്കൗണ്ടിലേക്ക് ഇടുന്നുണ്ട്. ദേവസ്വം ബോർഡിന്റെ ഭാഗമായിട്ട് 10 ലക്ഷം ആദ്യം ഇടുന്നു. ഇനി ഈ തുകയിൽ നിന്ന് എത്ര ചെലവായി ഈ കൊടിമരത്തിലേക്ക്? 2,93,00,000 ചില്ലാനം രൂപയാണ് ഈ കൊടിമരത്തിന് ചെലവായത്. അപ്പോൾ എറണാകുളം കസ്റ്റംസിൽ നിന്നാണല്ലോ സ്വർണം വാങ്ങുന്നത്. അപ്പോൾ ആ സ്വർണം വാങ്ങുന്നു. എന്നാൽ ഈ തുക, അതായത് ഈ ബാങ്കിലിട്ടിരിക്കുന്ന 3,20,30,000 രൂപ ആവശ്യം വന്നിട്ടില്ല. ഈ തുക മുഴുവൻ ഉപയോഗിക്കേണ്ടായി വന്നിട്ടില്ല. അപ്പോൾ ഇത് കൂടാതെയാണ് സിനിമക്കാർ കൊടുത്ത സ്വർണം. സിനിമക്കാർ കൊടുത്ത സ്വർണത്തിൽ ഇപ്പോൾ 3 സിനിമക്കാരുടെ പേര് മാത്രമേ നമുക്ക് അറിയാവുന്നുള്ളൂ. ഒന്ന് സുരേഷ് ഗോപിയാണ്, ഒന്ന് മേനക സുരേഷാണ്, പിന്നെ എന്താണ്, രഞ്ജി പണിക്കരുടെ പേര്. ഈ പേരുകൾ 3 പേരുകൾ മാത്രമേ രേഖാമൂലം ഷാജി കൈലാസിന്റെ മേനക സുരേഷിന്റെ, നമ്മൾ ചിത്രങ്ങൾ കാണുന്ന പോലെയല്ല, രേഖകളിലുള്ളത് ഷാജി കൈലാസിന്റെയും മേനക സുരേഷിന്റെയും ഒപ്പം തന്നെ സുരേഷ് ഗോപിയുടെയും പേരുകൾ മാത്രമാണ് എഴുതി രേഖയിൽ പ്രകാരമുള്ളത്. അതിൽ സുരേഷ് ഗോപിയും ചില ഭക്തരും എഴുതിയിരിക്കുന്നത് 80 ഗ്രാം 412 മില്ലിഗ്രാം സ്വർണം തന്നു എന്നാണ് രേഖയിലുള്ളത്. ഈ ഷാജി കൈലാസും മേനക സുരേഷുമാകട്ടെ ബിസ്ക്കറ്റിന്റെ രൂപത്തിലാണ് സ്വർണം കൊടുത്തിരിക്കുന്നത്. അത് 245.520 ഗ്രാം എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളിൽ രേഖയുണ്ട്. ബാക്കിയുള്ളവരിൽ രേഖയില്ല. പക്ഷേ 27 പേര് ഉണ്ട് എന്നുള്ള കാര്യം കണക്കുകളുണ്ട്, ചിത്രങ്ങളുണ്ട്. ഇതിലൊക്കെ തന്നെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന ഈ ദ്വാരപാലക ശില്പങ്ങളും ഈ കട്ടിളപ്പാളിയൊക്കെ എടുത്തുകൊണ്ടുവന്ന് ഏത് സമയത്താണ് അറിയുള്ളൂ, കോവിഡിന്റെ കാലത്ത് രഹസ്യമായി അവിടെ നിർത്ത് മാറ്റുന്നു, വേറെ ആരും കാണുന്നില്ല. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ഈ പറയുന്ന സിനിമാക്കാർ വരുന്നതിൻ്റെ ചിത്രങ്ങളുണ്ട്, കൊടിമരം മാറ്റുന്നതിൻ്റെ ചിത്രങ്ങളുണ്ട്. ഇതൊന്നും രഹസ്യമായി ചെയ്ത എന്തോ ഒരു പുറത്തു വരുന്നു എന്ന രൂപത്തിൽ പറയേണ്ട. അന്ന് ദൃശ്യങ്ങളുണ്ട്, ചിത്രങ്ങളുണ്ട്. ഇതൊക്കെ കൊടിമരം മാറ്റുന്നു എന്നന്ന് ഭക്തിയോടുകൂടി തന്നെ പത്രങ്ങളിൽ ഫോട്ടോ കൊടുത്തിട്ടുള്ളതാണ്. ഇതിൽ രഹസ്യ സ്വഭാവമില്ല. ഇതിലെ ക്രമക്കേടാണെന്നേ വിഷയം. ഇത് അതിൻ്റെതായ നടപടിക്രമങ്ങളിലൂടെ പോയിട്ടില്ല എന്നതാണ് വിഷയം. അങ്ങനെ 412 ഗ്രാം ഭക്തർ നൽകുന്നു എന്ന് പറയുന്നു. ആരൊക്കെയെന്ന് രേഖപ്പെടുത്തുന്നില്ല. ഇനി കൊടിമരത്തിന് ശേഷം ഈ 232 ഗ്രാം സ്വർണം ബാക്കി വരുന്നുണ്ട്. കൊടിമരം പണി ചെയ്തതിന് ശേഷം അത് താഴീക്കുടത്തിൽ 6 എണ്ണം സ്വർണം പൂശേണ്ടതുണ്ട്. അതും ഈ പറയുന്ന കുറിപ്പ് ആവശ്യപ്പെട്ടാണ് താഴീക്കുടത്തിന്റെ സ്വർണം പൂശേണ്ടതുണ്ട്. അപ്പോൾ കൊടിമരം മാറ്റുമ്പോൾ താഴീക്കുടത്തിന്റെ നിറം മങ്ങി നിൽക്കുന്നു. അപ്പോൾ രണ്ടും ഒരുപോലെയാക്കാൻ വേണ്ടി സ്വർണം പൂശണമെന്ന് പറയുന്നു. അതും ഹൈക്കോടതിയിൽ അറിയിച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ കത്തെഴുതി വാങ്ങിയിട്ടുണ്ട്. അതിലേക്കും എത്ര 600 ഗ്രാമോ 600 ഗ്രാം സ്വർണം, 114 ഗ്രാം സംഭാവന. അതെ. അപ്പോൾ അതിലും എസ്റ്റിമേറ്റ് തുക മുഴുവൻ ചെലവായിട്ടില്ല. അപ്പോൾ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. കുറിപ്പിന്റെ കയ്യിൽ രേഖകളില്ല എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. അത് അവിടെ നിൽക്കുന്നു. അപ്പോൾ ഈ പറയുന്ന 27 പേരുടെ മൊഴിയാണ് ഇനി വിജിലൻസ് എടുക്കാൻ പോകുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കൊടിമരത്തിലും അന്വേഷണം വേണമെന്നുള്ള ആവശ്യം പുറത്തുനിന്ന് വരുന്നുണ്ട്. അത് രാഷ്ട്രീയമായ സമ്മർദ്ദമാണ്. അതായത് പുറകോട്ടേക്ക് പോകണം, എല്ലാം നോക്കട്ടെ, എല്ലാം വരട്ടെ എന്നുള്ളതൊരു രാഷ്ട്രീയ സമ്മർദ്ദമാണ്. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ അവിടേക്ക് വിജിലൻസ് ആവശ്യപ്പെടുന്നത്, ദേവസ്വം വിജിലൻസ് പറയുന്നു SIT അന്വേഷിക്കണം എന്നാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ SIT അന്വേഷിക്കണമെന്ന ആവശ്യം അവിടെ വരുമ്പോൾ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് എന്താണ് ചെയ്യുന്നത്? SIT ഏൽപ്പിക്കുന്നില്ല. SIT ഏൽപ്പിക്കാതെ അത് ഏൽപ്പിക്കുന്നത് സ്റ്റേറ്റ് വിജിലൻസിനെയാണ്. അപ്പോൾ ഇതിൻ്റെ ഗ്രാവിറ്റി എത്രത്തോളമുണ്ട്? ഇത് പറയുന്ന സ്വർണ്ണപ്പാളികളുമായി ചേർത്ത് വയ്ക്കാവുന്ന ഗ്രാവിറ്റി ഇല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാകണം അത് സ്റ്റേറ്റ് വിജിലൻസിനെ ഏൽപ്പിക്കുന്നത്. ഇനി സ്റ്റേറ്റ് വിജിലൻസിന് അടുത്ത FIR ഇടാമോ? FIR ഇടാം. അതൊരു പുതിയ കേസായി FIR ഇടാം എന്ന് പറയുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട്, സ്വർണ്ണക്കൊള്ള എന്നല്ല, ശബരിമലയുമായി ബന്ധപ്പെട്ട് മറ്റൊരു FIR കൂടി വന്നിരിക്കുന്നു. ഈ കൊള്ളയുമായി ചേർത്ത് വെക്കാനാവില്ല എന്ന് ഞാൻ ആവർത്തിച്ച് പറഞ്ഞു. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടെന്നുള്ളതാണ്, ക്രമക്കേടാണ്. അപ്പോൾ ഇതുവരെ ഈ റിപ്പോർട്ടുകളിലൊന്നും ഈ പറയുന്ന പ്രയാറിൻ്റെയോ അജയ് തറയിലിൻ്റെയോ പേരില്ല. പക്ഷെ നമുക്കറിയാവുന്ന പോലെ അജയ് തറയിലിനും അന്നത്തെ കാര്യങ്ങളെക്കുറിച്ച് വലിയ ഓർമ്മയില്ല. അദ്ദേഹം പല കാര്യങ്ങളും രണ്ടാമത് മാറ്റി പറയുന്നു. അദ്ദേഹത്തിന് ഓർമ്മ വരുമ്പോൾ ചില കാര്യങ്ങൾ പറയുന്നു. ഇനി ഇപ്പോൾ ഇത് രാഷ്ട്രീയമായ പ്രതികരണം വരുമ്പോൾ MV ഗോവിന്ദൻ പറയുന്നത് UDFിൻ്റെ കാലത്താണ്. UDFിൻ്റെ കാലത്തല്ലല്ലോ, ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ്. പക്ഷേ ദേവസ്വം ബോർഡ് ആ സമയത്ത് UDF ബോർഡാണ്. അതെ. അതിൽ K രാഘവൻ എന്ന CPM അംഗം കൂടി ഉണ്ടെന്നുള്ള കാര്യം
ബോധപൂർവ്വം ആ പേര് ഒഴിവാക്കിയിട്ടാണ് ഈ രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയ ആരോപണങ്ങൾ അവിടെ നിൽക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങളാണ് ഇതിൽ നടന്നിരിക്കുന്നത്. ആ ക്രമക്കേട് അന്വേഷിക്കുമ്പോൾ ഇനിയിപ്പോൾ എഫ്ഐആർ ഇട്ട് ക്രിമിനൽ കേസ് അന്വേഷണത്തിലേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ ഈ പറയുന്ന പോലെ അജയ് തറയിലേക്കും അന്വേഷണം പോകാം. ഇപ്പോൾ അജയ് തറയിൽ പറയുന്ന രാഷ്ട്രീയമായി തന്നെ CPM-ലെ ഒരു പ്രമുഖൻ തന്നെ വിളിച്ചു പറഞ്ഞു, അതായത് ജാഥ എറണാകുളത്ത് എത്തുമ്പോഴായിരിക്കും എന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക എന്ന് പറയുന്നു. ഒരു പക്ഷേ രാഷ്ട്രീയമായി പറയുന്നു, എപ്പോഴെങ്കിലും ആ ഘട്ടത്തിൽ വിളിപ്പിക്കുമായിരിക്കാം. ഇപ്പോൾ നമുക്കറിയാം ജാഥ തുടങ്ങി 2ാമത്തെ ദിവസമാണ് നടപടി തുടങ്ങിയെന്നുള്ള രാഷ്ട്രീയമായി പറയുന്നുണ്ടല്ലോ. അതേപോലെ രാഷ്ട്രീയമായി നിൽക്കുന്നുണ്ടാവും. പക്ഷേ അജയ് തറയിലിനെ വിളിപ്പിക്കാം സ്റ്റേറ്റ് വിജിലൻസിന് എന്നുള്ളതാണ്. ഇനി നോക്കൂ, ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി പാളിയുമായി ബന്ധപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻ ഏതാണ്ട് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു എന്നൊരു വിവരം കൂടി ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ട, അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം ഏതാണ്ട് SIT പൂർത്തിയാക്കിയിരിക്കുന്നു. ഈ പറഞ്ഞ കുറ്റപത്രം ഏതാണ്ട് തയ്യാറായിരിക്കുന്നു. ഇനി അതിൽ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യാനേ ഉള്ളൂ. അതെന്താണ്? ഈ സ്വർണ്ണപ്പാളികളുടെ കാലപ്പഴക്കം സംബന്ധിച്ചാണ്. ആ കാലപ്പഴക്കത്തിനുള്ള അന്വേഷണമാണല്ലോ ഇനിയിപ്പോൾ നടക്കാനിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇപ്പോൾ റിക്കവർ ചെയ്യാവുന്ന രൂപത്തിലല്ല ഈ സ്വർണ്ണപ്പാളികൾ എന്ന ബോധത്തിലേക്ക് SIT എത്തിയിരിക്കുന്നു എന്ന വിവരം കൂടി ഞാൻ മനസ്സിലാക്കുകയാണ്. അപ്പോൾ റിക്കവറി ഇല്ലെങ്കിലും കേസ് നിൽക്കാൻ പാകത്തിൽ കാലപ്പഴക്കം, അതായത് ഇപ്പോൾ നിൽക്കുന്ന പാളികളുടെ കാലപ്പഴക്കം നിർണ്ണയിച്ചു കഴിഞ്ഞാൽ അത് ഒരു സോളിഡ് എവിഡൻസ് ആകും. അത് വെച്ചിട്ട് മുന്നോട്ട് പോകാമെന്നാണ് ഇപ്പോൾ SIT കരുതുന്നത്. അറസ്റ്റുകൾ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചവരിൽ ആരെങ്കിലും ഒക്കെ ആകാം ആ 3 പേർ എന്നുള്ള വിവരം. അപ്പുറത്ത് ED ഉണ്ടല്ലോ. EDയുടെ അന്വേഷണത്തിലേക്ക് ഇപ്പോൾ ജയറാം അടക്കമുള്ളവർ എത്തുന്നു. അത് വിശാലമായി തന്നെ ഇതിനോട് ചേർന്ന് വെക്കാവുന്ന ക്രമക്കേടുകളിലേക്കൊക്കെ പോവുകയും ചെയ്യും. അപ്പോൾ അത് ഗ്രാവിറ്റി കൂടുകയും കുറയുകയൊക്കെ ചെയ്യും ഓരോ ഘട്ടത്തിൽ എന്നുള്ള കാര്യം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട അന്വേഷണം ഉടനെയെങ്ങും അവസാനിക്കാൻ പോകുന്നില്ല. പക്ഷേ സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ട കോടതി SIT രൂപീകരിച്ച് നടത്തിയിരിക്കുന്ന അന്വേഷണത്തിന്റെ SIT റിപ്പോർട്ട് ഒരുപക്ഷെ ഈ മാസം അവസാനമോ അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യമോ കൊടുക്കാൻ പോകുന്നു. അതിൽ കൂടുതൽ പേർ അറസ്റ്റിലാവുകയും അതിലെ പൂർണ്ണമായ വിവരങ്ങൾ നമുക്ക് ആ ഘട്ടത്തിൽ വരികയും ചെയ്യും. ഏതാണ്ട് അന്വേഷണം പൂർത്തിയായെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വന്ന് സ്വർണ്ണക്കൊള്ള കേരളത്തിലൊരു രാഷ്ട്രീയ വിഷയമല്ലാതായി മാറാൻ പോവുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതുവരെ LDF-ന് അടിക്കാനുള്ളൊരു ആയുധം മാത്രമായിരുന്നു സ്വർണ്ണക്കൊള്ള. അതിൽ തന്നെ പാരടിപ്പാട്ട് 2ാം ഘട്ടം എത്തിയപ്പോഴേക്കും പാരടിപ്പാട്ടിൻ്റെ ഫ്യൂസ് പോയി. അത് കഴിഞ്ഞാൽ വരുന്നു 2017 സ്വർണ്ണക്കൊടിമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്ത. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ജീവിതത്തിൽ നമ്മൾ ഇന്നേവരെ കേട്ടിട്ടുണ്ടോ കോൺക്രീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു കൊടിമരം ജീർണത കൊണ്ട് നശിക്കുന്നുവെന്ന് ദേവപ്രശ്നത്തിൽ കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കൊടിമരം മാറ്റാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു. അതിൻ്റെ വാജിവാഹനമെടുത്ത് തന്ത്രിയുടെ കയ്യിൽ കൊടുക്കുന്നു. എല്ലാം സമ്പൂർണ്ണമായി ചട്ടലംഘനം നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഈ സമയത്ത് ആരാണ് ദേവസ്വം ബോർഡിൻ്റെ ചുമതലയിലുള്ളത്? പ്രയാർ ഗോപാലകൃഷ്ണൻ എന്ന കോൺഗ്രസ് നേതാവ്, അജയ് തറയിൽ എന്ന കോൺഗ്രസ് മെമ്പർ, പിന്നെ CPM-ൻ്റെ മെമ്പറായ രാഘവനും. പക്ഷേ ഭൂരിപക്ഷം ആർക്കാണ്? ദേവസ്വം ബോർഡിനാണ്. ഈ CPM-ൻ്റെ പ്രതിനിധി അവിടെ ഒരു കാഴ്ചക്കാരൻ മാത്രമായിരിക്കുക. അങ്ങനെയാണ് മിക്കവാറും എല്ലാ ഘട്ടങ്ങളിലും ഭൂരിപക്ഷമുള്ള ദേവസ്വം ബോർഡുകളിൽ. ചിലപ്പോൾ ഒരു അംഗം മറുപക്ഷത്തു നിന്ന് വന്നേക്കാം. അപ്പോൾ 3-ൽ 2 UDF ഭരിക്കുന്ന 2017 ദേവസ്വം ബോർഡിൻ്റെ ഭരണസമിതി കാലത്താണ് ഈ കൊടിമരത്തിൻ്റെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള സംശയങ്ങൾ ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. അതുകൊണ്ട് എങ്ങനെയാണോ ദ്വാരപാലക ശില്പപാളികൾ, കട്ടളപ്പാളി കേസുകൾ, അതിൻ്റെ ഗ്രാവിറ്റിയിൽ ഇപ്പോൾ ഈ ഘട്ടത്തിൽ നമുക്കൊരു സംശയമുണ്ടാവും. പക്ഷേ എങ്കിലും അതിൽ ക്രമക്കേടുകൾ നടക്കുന്നു. പോയിട്ടുണ്ടെങ്കിൽ അത് അയ്യൻ്റെ സ്വർണ്ണമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് ആദ്യമേ തന്നെ പറയാം, ദ്വാരപാലക ശില്പപാളികളുടെ കാര്യത്തിൽ LDF-ൻ്റെ മേൽ UDF ഒരു രാഷ്ട്രീയ മേൽക്കോയ്മയ്ക്ക് വേണ്ടിയിട്ട് പാരടിപ്പാട്ട് എഴുതിയെങ്കിൽ അത് കൊടിമരത്തിലേക്ക് വരുമ്പോൾ തിരിച്ച് UDF-ലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഈ മുറിയിൽ എല്ലാവരും നഗ്നരാണ് എന്നുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടതാണ്. ശബരിമലയിൽ പാത്രത്തിൻ്റെ കാര്യം, പാത്രം പോലും ഈ ലാഭത്തിന് വേണ്ടിയിട്ട് പൈസ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചവർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അരവണയുടെ കാര്യത്തിൽ, ആടിയ ശിഷ്ടം നെയ്യുടെ കാര്യത്തിൽ, വിവിധ അന്നദാനങ്ങളുടെയും സ്പോൺസർഷിപ്പുകളുടെയും ഒക്കെ കാര്യത്തിൽ രാഷ്ട്രീയ ഭേദമന്യേ ശബരിമലയെ കട്ടുകൊള്ളയടിച്ചവരാണ് ഇതിൽ പലരും. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് ജസ്റ്റിസ് പരിപൂർണൻ കമ്മീഷൻ കണ്ടെത്തിയതാണ്. അന്ന് UDF-ൻ്റെ ഭരണസമിതി കാലത്ത് നടത്തിയ വലിയ കൊള്ളയെക്കുറിച്ചുള്ള വിവരങ്ങൾ അന്ന് പരിപൂർണൻ കമ്മീഷൻ്റെ റിപ്പോർട്ടിലുണ്ട്. അതിനെ തുടർന്നാണ് രാഷ്ട്രീയാധിപ്രസരമില്ലാത്ത ദേവസ്വം ബോർഡ് വേണമെന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ജയകുമാർ വരുന്നത് വരെ അതൊന്നും നടന്നിട്ടുമില്ല. അപ്പോൾ ഈ മുറിയിൽ എല്ലാവരും നഗ്നരാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ശബരിമലയിലേക്ക് എത്തുമ്പോൾ ആളുകൾക്ക് അയ്യപ്പനല്ല, അയ്യപ്പൻ്റെ മുൻപിലിരിക്കുന്ന സ്വർണ്ണവും കൊടിമരത്തിലിരിക്കുന്ന സ്വർണ്ണവും വാജിവാഹനവും അവിടെ വീഴുന്ന നാണയത്തൊട്ടുമാണ് ഈ ദേവസ്വം ബോർഡിന് പ്രത്യേക താല്പര്യം ഉണ്ടാവുന്നത് എന്നുള്ളതാണ് കൗതുകരമായ കാര്യം. ഇതിൽ 3 പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഇന്ന് അജയ് തറയുമായി സംസാരിക്കുമ്പോൾ അജയ് തറയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആരാണ് ശബരിമലയിൽ കയറ്റിയത് എന്ന് ഇന്ന് അജയ് തറയിൽ പറയുന്നുണ്ട്. കൃത്യമായ ഉത്തരമാണ്. നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. കോൺഗ്രസിൻ്റെ മെമ്പറല്ലേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ കയറ്റുന്നത്? ഹരികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന മാവേലിക്കര ഗ്രൂപ്പിലുള്ള ഒരു പോറ്റിയുടെ സഹായിയായിട്ടാണ് വരുന്നത്, ഔദ്യോഗികമായി വരുന്നത്.
എന്നാ വരുന്നത് 2007 വരുന്നത്, 2006 വരുന്നത്, 2006 ജൂൺ മാസത്തിലാണ് വരുന്നത്. അതായത് UDF സർക്കാർ പോയി LDF സർക്കാർ വരുന്ന സമയത്ത് UDFിൻ്റെ ദേവസ്വം ബോർഡ്, രാമൻ നായരുടെ ദേവസ്വം ബോർഡുള്ള സമയത്താണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഔദ്യോഗികമായി സന്നിധാനത്ത് എത്തിക്കുന്നതെന്നാണ് ഇന്ന് അജയ് തറയിൽ പറഞ്ഞത്. അജയ് തറയിൽ അതിൻ്റെ കയ്യിൽ രേഖകളുണ്ട് എന്നാണ്. രാമൻ നായർ ഉള്ളപ്പോൾ 2006 ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റുന്നത് എന്നാണ്. അപ്പോൾ ചോദ്യം, കയറ്റിയത് ആരാണ് പോറ്റിയെ? കോൺഗ്രസിൻ്റെ നേതാവ്, കോൺഗ്രസിൻ്റെ ദേവസ്വം ബോർഡ് അംഗം പറയുന്നതിനുമപ്പുറം ഇനി എന്തിനാ ഒരു തെളിവ്? കയറ്റിയത് ഈ പറയുന്ന രാമൻ നായരുടെ കാലത്ത്. അതാണ് UDFിനെ കൊടുക്കാൻ പോകുന്നൊരു കാര്യം. ഇനി ആ പാരടിപ്പാട്ടിന് വസ്തുതാപരമായി നിലനിൽപ്പില്ല, അത് നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, 2017 വരുമ്പോഴോ, ഈ 2017 ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കഥാപാത്രമാണ്. ASP കുറിപ്പിൻ്റെ കോടതിക്ക് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, ASP കുറിപ്പ് തന്നെ നേരിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടു. I have contacted Mr. Unnikishan Poti, Pranava Nivas, first cross in Bangalore, and he had given me a mail intimating his proposal to offer the full expense for construction of the two Manimandapam. മണിമണ്ഡപത്തിൻ്റെ സ്പോൺസർഷിപ്പിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നേരിട്ട് സമീപിച്ചത് ഈ അഭിഭാഷക കമ്മീഷനായ ASP കുറിപ്പും അന്നത്തെ ദേവസ്വം ബോർഡുമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതെങ്ങനെയാണ് ഈ 2019 മാത്രം ചുരുക്കാൻ കഴിയുക? ഈ കണക്കുകൾക്ക് ഉത്തരം ഇനി കൃത്യമായി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. വിജിലൻസ് അന്വേഷണത്തിലൂടെ മനസ്സിലാക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണ് മൊത്തം ഈ സ്വർണ്ണക്കൊടിമരം? അതിൻ്റെ തന്നെ ദേവപ്രശ്നം വളരെ വിചിത്രമാണല്ലോ. ചിതലരിച്ചു, ജീർണിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അതിൽ തന്നെ ASP കുറിപ്പ് പറയുന്നുണ്ട്, ഈ കോൺക്രീറ്റ് കൊടിമരത്തിൻ്റെ തടിഭാഗം എടുത്ത് ദഹിപ്പിച്ചു എന്നാണ് പറയുന്നത്. അതെനിക്ക് മനസ്സിലാവുന്നില്ല. അതെങ്ങനെയാണ് ഈ കോൺക്രീറ്റ് കൊടിമരം എടുത്ത് ദഹിപ്പിക്കാൻ പറ്റുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഏതെങ്കിലും ഒരു തടിക്കഷണമായിരിക്കാം. പക്ഷേ ഇതൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? ഒരു ദേവപ്രശ്നം വരുന്നു, അതിനുശേഷം ജിമ്മി പറഞ്ഞതുപോലെ അതിനുശേഷം ചുറ്റിക്കാണുന്ന എല്ലാ സാധനങ്ങളും എടുത്ത് മാറ്റാൻ തീരുമാനിക്കുന്നു. മണിമണ്ഡപം മാറുന്നു, ദീപസ്തംഭം മാറുന്നു, ഗ്രാനൈറ്റ് മാറുന്നു, മൊത്തം മാറ്റങ്ങളുടെ സമയമാണ്. എല്ലാ മാറ്റങ്ങൾക്ക് പിന്നിലും ചില താല്പര്യങ്ങളുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. ഞാൻ ഒറ്റ കണക്ക് മാത്രം, ജിമ്മി പറഞ്ഞ കണക്ക് ഒരിക്കൽ കൂടി ഞാനൊന്ന് പ്രേക്ഷകരോട് പറയാം. ചെറിയ കണക്കല്ല. ഫിനിക്സ് ഗ്രൂപ്പ് എത്രയാണ് കൊടുക്കുന്നത്? 3,20 ലക്ഷം രൂപ. എത്ര രൂപയാണ് കൊടിമര നിർമ്മാണത്തിന് വേണ്ടി ചെലവായത്? സ്വർണം വാങ്ങാൻ വേണ്ടി കസ്റ്റംസിന് കൊടുത്തത് 2,70 ലക്ഷം. ബാക്കി ജിമ്മി പറഞ്ഞതുപോലെ 50 ലക്ഷം. പക്ഷേ ഇവിടെ തീരുന്നുണ്ടോ? ഇവിടെ തീരുന്നില്ല. ബാക്കി കൊടുത്ത 412 ഗ്രാം സ്വർണം വേറെ ഉണ്ടല്ലോ. ഈ മറ്റുള്ള ആളുകൾ കൊടുത്ത 412 ഗ്രാം സ്വർണം, ആ സ്വർണവുമായി ഉള്ള കണക്കുകൾ കൂടി വേണം. ഇത് കൂടാതെയാണ് വലിയ രീതിയിൽ ആളുകൾ പണം നൽകി എന്നുള്ള വിവരമാണ് സാക്ഷികൾ പറയുന്നുണ്ട്. പൈസകൾ ഇട്ടുകൊടുത്തു. നേരത്തെ ജിമ്മി പറഞ്ഞതുപോലെ കയ്യിൽ ഇത് മോതിരം ഊരിക്കൊടുത്തു. കയ്യിൽ കിട്ടുന്ന സംഭാവനകളൊക്കെ ആ സമയത്ത് കൊടുത്തു എന്നുള്ളതാണ്. ഇതെവിടെ പോയി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതിനിന്നിപ്പോൾ അജയ് തറയിലൂടെ പറയുന്ന സമയത്ത് രസീത് സൂക്ഷിച്ചു വെച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥന്മാർക്കാണെന്നാണ്. സർ, ഇതേ കാര്യം തന്നെയാണ് പത്മകുമാറും പറഞ്ഞത്. ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥന്മാർക്കാണെന്ന് പറഞ്ഞ് പഴിചാരി രക്ഷപ്പെടാൻ ശ്രമിച്ചു. ആ കാര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതൊക്കെ കൃത്യമായും തെളിഞ്ഞു വരേണ്ടതുണ്ട്. ഈ ദേവസ്വത്തിൻ്റെ അന്വേഷണത്തിലൂടെ മാത്രമേ പറ്റൂ. 27 പേർ സംഭാവന നൽകിയിട്ടുണ്ട്. ഓരോരുത്തരിൽ നിന്ന് മൊഴിയെടുത്താൽ അവരെന്താണ് കൊടുത്തത്, എത്ര ഗ്രാം കൊടുത്തു എന്നറിയുമ്പോൾ ഇപ്പോൾ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന 412 ഗ്രാമിൽ കൂടുതലുണ്ടെങ്കിൽ സംഭവം ചക്ക കുഴയുന്നത് പോലെ കുഴയും. നമ്മുടെ മുന്നിലുള്ള ആകെയുള്ള കണക്ക് ഈ 412 ഗ്രാം സ്വർണം മാത്രമാണ്. ആ 412 ഗ്രാം സ്വർണത്തിൽ കുറച്ച് സ്വർണം ഈ പറയുന്ന താഴികക്കുടത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. കൊടിമരത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ അപ്പോഴും അടിസ്ഥാനമായ ഒരു ചോദ്യം അവിടെ കിടക്കുന്നു. 50 ലക്ഷം രൂപ ബാക്കി വരും ഈ ഫിനിക്സിൻ്റെ കോൺട്രിബ്യൂഷനിൽ നിന്ന്. പക്ഷേ കണക്ക് കാണിച്ചിരിക്കുന്നത് 13 ലക്ഷത്തിൻ്റെ മാത്രമാണ്. ബാക്കിയുള്ള 37 ലക്ഷം രൂപ എവിടെ പോയി എന്നുള്ളതാണ് ചോദ്യം. ഇനി ഒരു 10 ലക്ഷം രൂപ അതിന് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പോയാൽ പോലും ബാക്കിയുള്ള 27 ലക്ഷം രൂപ എവിടെയുണ്ട് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അതിനുത്തരം കുറിപ്പ് പറയുമായിരിക്കും, അജയ് തറയിൽ പറയുമായിരിക്കും, ദേവസ്വം വിജിലൻസ് കണ്ടെത്തുമായിരിക്കും എന്നേ പറയാൻ കഴിയുന്നുള്ളൂ. ഈ ഘട്ടത്തിൽ ഒരു കാര്യം കൂടി പറയാം. ഇതിൽ തന്ത്രിയുടെ ഇന്നത്തെ ഒരു വാർത്ത കൂടി വന്നിട്ടുണ്ട്. എന്താണെന്നറിയോ? തന്ത്രി നടത്തിയിരിക്കുന്നത് കോടികളുടെ നിക്ഷേപങ്ങളാണ്. തന്ത്രിയുടെ ഭാര്യയുടെ പേരിൽ 62 ലക്ഷം രൂപയുടെ നിക്ഷേപമുണ്ട്. തന്ത്രി ദേവസ്വം ബോർഡിൻ്റെ കയ്യിൽ നിന്ന് 7 ലക്ഷം രൂപ പ്രതിഫലം വാങ്ങിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പബ്ലിക് സർവൻറ്റിൻ്റെ നിർവചനത്തിൽ വരുന്ന ആളാണ് ഈ തന്ത്രി. ആ തന്ത്രി പബ്ലിക് സർവൻ്റ് ആയിരിക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഈ പറയുന്ന കോടിക്കണക്കിന് രൂപ നിക്ഷേപം നടത്തിയത്. ആ നിക്ഷേപത്തിൻ്റെ ഒരു വിവരവും ആദായ നികുതി വകുപ്പിന് അറിയില്ല. ആദായ നികുതി വകുപ്പിന് റിട്ടേൺ കൊടുത്തിട്ടില്ല. 2 കോടി രൂപയും 62 ലക്ഷം രൂപയും മറ്റ് സ്ഥാപനങ്ങളിൽ. ഇന്നിപ്പോൾ നിക്ഷേപിച്ചത് എവിടെയാണെന്നറിയാമോ? എവിടേക്കാണ് ഈ തന്ത്രി നിക്ഷേപിച്ചിരിക്കുന്നത്? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എന്നെ അത്ഭുതപ്പെടുത്തി. ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ നിക്ഷേപിച്ചിട്ടില്ല, ഒരു ഷെഡ്യൂൾഡ് ബാങ്കിൽ നിക്ഷേപിച്ചിട്ടില്ല. ഈ തന്ത്രി നിക്ഷേപിച്ചിരിക്കുന്ന ഒരെണ്ണം നെടുമ്പറമ്പിൽ ഫിനാൻസ് 8 കാലിൽ പൊട്ടിക്കഴിഞ്ഞപ്പോൾ പരാതിയില്ല. വേറൊരെണ്ണം കുന്നംകുളത്ത് ഗോൾഡ് ആൻഡ് ഫൈനാൻസിയേഴ്സ്, മറ്റൊരു സ്വകാര്യ സ്ഥാപനമാണ്.
എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൻ്റെ പിന്നിൽ വ്യക്തമായ സാമ്പത്തിക താല്പര്യം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. അത് ഭാര്യയുടെയും ഭർത്താവിൻ്റെയൊക്കെ പേരിൽ ആ പണം പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അയ്യപ്പൻ്റെ പണമാണ്, അയ്യപ്പനെ അയ്യൻ തന്നെ കാക്കാനേ നിവൃത്തിയുള്ളൂ എന്നുള്ളതാണ്. അന്വേഷണത്തിലൂടെ എല്ലാം പുറത്തു വരും എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു. കൊടിമരം കുടുക്കുമോ എന്ന ചോദ്യത്തിന് ഇപ്പോഴത്തെ ഈ കണക്കുകളുടെ വ്യത്യാസം വെച്ച് നോക്കിയാൽ കൊടിമരം കുടുക്കാനുള്ള സാധ്യതയുണ്ട്, കൊടിമരവും കുടുക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്.